നമസ്കാരം. ഏവരും വളർത്തുവാൻ ആഗ്രഹിക്കുന്നതായ ജീവികളിൽ ഒന്നാണ് പൂച്ച. പൂച്ച പലർക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ചിലർക്ക് പൂച്ച വീടുകളിൽ വരുന്നത് ശുഭമാണോ അതോ ദോഷമാണോ എന്ന കാര്യം സംശയമുണ്ട്. എന്നാൽ ശുഭകരം തന്നെയാണ് എന്നതാണ് വാസ്തവം. എന്നാൽ അവയെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് ദോഷമായി തീരും. കൂടാതെ അവയ്ക്ക് സാധിക്കുമെങ്കിൽ ആഹാരം നൽകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ആഹാരം നൽകുവാൻ ശ്രമിക്കുക. വളരെ വിശേഷപ്പെട്ടതായ ഒരു മാസമാണ് ചിങ്ങമാസം. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇരട്ടിയായി വന്ന് ഭവിക്കാവുന്ന ഒരു മാസം. ഈ മാസം പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആ വീട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടമാവുകയും ചില കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യാം. നഷ്ടമാകുന്നു എന്നത് ഒരു ജീവിതത്തിലെ ചില ദോഷകരമായ കാര്യങ്ങൾ തന്നെയാണ്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ, ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഭഗവാനെ വന്ദിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ ലക്ഷണം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് പല വിധത്തിലും ശുഭകാര്യങ്ങൾ സംഭവിക്കാം. അത് ആ വീട്ടിലെ അംഗങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങളാകാം. വിദ്യയിൽ ഉയർച്ചയാകാം. അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്നതാകാം. തൊഴിൽ വിദേശത്തോ നാട്ടിലോ ലഭിക്കുന്നതാകാം. സന്താനങ്ങൾക്ക് കുട്ടികൾ, അതായത് സന്താനഭാഗ്യം വന്ന് ചേരുന്നതായ സാഹചര്യമാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും ആ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം എന്നുള്ളതാണ്. സന്താനങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ ഈ മാസം സംഭവിച്ചു എന്നും വരാം. കൂടാതെ ആ വീട്ടിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നതായ സാഹചര്യം. അവർ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് നടക്കില്ല എന്ന് ഉറപ്പുള്ളതായ കാര്യങ്ങളാണ് എങ്കിൽ പോലും ഒരു പുതിയ തുടക്കം ലഭിക്കുന്നതായ സാഹചര്യം. ചിലരുടെ സഹായം ലഭിക്കുന്നത് മൂലം ആ കാര്യം നടക്കുന്നതായ സാഹചര്യം. അല്ലെങ്കിൽ ദുർവാശി, പിടിവാശി ഒഴിവാക്കി ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും അത് ആഗ്രഹിച്ചതുപോലെ നടക്കുന്നതായ സാഹചര്യം. ഈ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ധനം എപ്പോഴും വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. കാരണം ധനമില്ലാതെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. ഇവർക്ക് പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. അത് നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുന്നതാകാം. അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനം നിങ്ങൾക്ക് ലഭിക്കുക, അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുക, സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നിങ്ങൾക്ക് ധനം വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ അനാവശ്യമായ ചില ചിലവുകളുണ്ട്. അത് ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ അവർക്ക് സാധിക്കും. ചില കാര്യങ്ങൾ ഇപ്പോൾ വേണ്ട, മാറ്റിവയ്ക്കാം എന്ന രീതിയിൽ ചിന്തിക്കുകയും അത് ധന നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ധനം നഷ്ടമാകാതിരിക്കുന്നതിനോ കാരണമായി തീരാം. ഇത്തരം കാര്യങ്ങളും സംഭവിക്കാം. ഭാഗ്യം പല കാര്യങ്ങളിലും തെളിയുന്നതായ സാഹചര്യം. അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതായ സാഹചര്യം. അതായത് ഭാഗ്യം ആ കാര്യങ്ങളിൽ തുണച്ചല്ലോ എന്ന ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ഈ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ തടസ്സങ്ങൾ അകലുന്നതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നതായ അബദ്ധം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ കാര്യ തടസ്സങ്ങൾ അകലുന്നതായ സാഹചര്യങ്ങൾ
വന്ന് ചേർന്നു എന്ന് വരാം. നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചന തന്നെയാണ്. പ്രധാനമായും പോസിറ്റീവായ ഊർജം, പോസിറ്റീവായ ചിന്താഗതി നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ദുർബോധനകൾക്ക് വശംവദരാകാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ വർദ്ധിപ്പിക്കുവാനും ഈശ്വരാനുഗ്രഹം എന്നിലുണ്ട്, അത് എനിക്ക് അനുകൂലമായി തീരും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. ആ ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കുവാനുള്ള പ്രവൃത്തികൾ തന്നെയായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. സൽപ്രവർത്തികൾ പ്രതീക്ഷിക്കാം, സൽചിന്തകൾ പ്രതീക്ഷിക്കാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായ സാഹചര്യം, ആരോഗ്യം നാൾക്ക് നാൾ മെച്ചപ്പെടാം. ആരോഗ്യപരമായി ഉണ്ടായിരുന്നതായ ആ വിഷമതകൾ നിങ്ങളിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരാം. ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ സന്തോഷിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നത് മൂലം സന്തോഷം വന്നു ചേരാം. അപ്രതീക്ഷിതമായി സന്തോഷ വാർത്തകൾ തേടിയെത്താം. സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളും കാണുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കും. ഒരുപാട് സ്നേഹിക്കുന്നവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതായ സാഹചര്യം, അതായത് അവഗണന ലഭിച്ചിരുന്നതായ ചില വ്യക്തികൾക്ക് ആ അവഗണനയിൽ നിന്നും മുക്തി ലഭിക്കുന്നതായ സാഹചര്യം, അവരും നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അറിയുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത് നിങ്ങൾക്ക് നൽകുന്നതായ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. അവർ എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് തോന്നൽ, അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ അവർ കേൾക്കുന്നു, അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്നതായ കാര്യങ്ങൾ കേൾക്കുവാൻ അവർ സമയം നൽകുന്നു എന്ന് കേൾക്കുമ്പോൾ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം വന്നു ചേർന്നു എന്ന് വരാം. അത് നിങ്ങൾക്ക് ഈ മാസം ഇരട്ടിയായി സന്തോഷം പ്രദാനം ചെയ്യാം. അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കൂടാതെ പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവർക്ക് വേണ്ടിയും സമയം കണ്ടെത്തുവാൻ സാധിക്കും. അവർ തിരിച്ചും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായ രീതിയിൽ സമയം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യാം. അത്തരത്തിൽ ബന്ധം കൂടുതൽ അടുക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ അവർ മൂലം നിങ്ങൾക്ക് സന്തോഷം വർദ്ധിക്കാവുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം എന്നുള്ളതാണ്. വളരെ കാലമായി കോണ്ടാക്ട് ഇല്ലാതെ ഇരുന്ന വ്യക്തികളുമായി കോണ്ടാക്ട് ഉണ്ടാകുന്നതായ സാഹചര്യം വന്നു ചേരും. അവരെ വീണ്ടും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതായ ചില വ്യക്തികളെ, മനസ്സിന് സന്തോഷം നൽകുന്നതായ ചില വ്യക്തികളെ വളരെ നാളുകൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, സമൂഹത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയാണ്. അത് ധനപരമായ ഉയർച്ച തന്നെ ആകണം എന്നില്ല, അതുമാകാം. കൂടാതെ നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുക, നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അവർ എന്നെ പരിഗണിക്കുന്നു എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് ലഭിച്ചിരുന്നതായ ബഹുമാനം, സ്വീകാര്യത അത് ഇരട്ടിക്കുന്നതായ സാഹചര്യം, നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ പലരും കേൾക്കുകയും അതിലെ നല്ല വശം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ പ്രാധാന്യം മറ്റുള്ളവർ തിരിച്ചറിയുകയും ചെയ്യുന്ന സാഹചര്യവും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം എന്ന സൂചന തന്നെയാണ് പൂച്ച ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ വരുന്നതിലൂടെ നിങ്ങൾക്ക് അർത്ഥമാക്കുവാൻ സാധിക്കുക. ശുഭഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന പല പ്രശ്നങ്ങൾക്കും പോംവഴി കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. പൂച്ച നിങ്ങളുടെ വീടുകളിൽ അതിനാൽ വരുന്നു എങ്കിൽ
അവയെ ഒരിക്കലും ആട്ടിപ്പായിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവയെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചടിയായി തീരാം. അതിനാൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ സാധിക്കുന്നവർ പൂച്ചയ്ക്ക് ആഹാരം നൽകുവാൻ ശ്രമിക്കുക. 2 നേരവും ഭക്ഷണം നൽകുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ ആ സമയങ്ങളിൽ തീർച്ചയായും പൂച്ചയ്ക്കും ആഹാരം നൽകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.